അസ്സലാമലൈക്കും. പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂട്ടായിലുള്ള മുഹമ്മദ് സിദി ലൈല ദമ്പതികളുടെ വീടാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. 18 സെന്റ് സ്ഥലത്ത് വളരെ ആകർഷകമായ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇത്രയും മനോഹരാക്കി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് ആകെ മൊത്തം 2380 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് ആവശ്യത്തിന് മുറ്റം വരുന്നുണ്ട്. വളരെ ഭംഗിയാക്കിയിട്ടാണ് കേട്ടോ അവർ മുറ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസിലായിട്ട് വലിയ 2 നാച്ചുറൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കണേ. കൂടാതെ 2 പോർഷനിലായിട്ടും അതിമനോഹരമായ രീതിയിൽ തന്നെ നാച്ചുറൽ പ്ലാന്റ്സും ട്രീസും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വീടിന്റെ മുറ്റം വന്നിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടാണ്. ഇടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കണേ. വീടിന്റെ ഡിസൈനോട് പക്ക മാച്ച് ആവുന്ന രീതിയിൽ ഒത്തിരി മനോഹരാക്കിയിട്ടാണ് ഫ്രണ്ടിലെ മുറ്റവും ഗാർഡൻ ഏരിയയും ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ വീട് വന്നിട്ട് വൈറ്റ് കളറിൽ ഗ്ലാസ് വാളൊക്കെ കൊടുത്തിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ ആണ്. ഷോ വാളൊക്കെ വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ബ്രൗൺ ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇടത് ഭാഗത്തെ വാള് മുഴുവനായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ പ്ലാന്റ്സ് നിരത്തി വെച്ചിട്ടുണ്ട്. ആ പ്ലാന്റ്സ് അവിടെ വന്നുകൊണ്ട് തന്നെ ആ ഗ്ലാസിന്റെ വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വലത് ഭാഗത്തായിട്ട് വിൻഡോന്റെ ഫ്രണ്ടിലും ഇതുപോലെ നാച്ചുറൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കണം ഓരോ വർക്കും. ഇനി സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് കയറാനായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഫ്രണ്ടിലായിട്ട് വേറൊരു തരം പ്ലാന്റ്സും കാണാം. സിറ്റ് ഔട്ട് നോക്കുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. അവിടെ വുഡിന്റെ 4 ചെയേഴ്സും അതിനോട് മാച്ച് ആവുന്ന തലത്തിൽ വുഡിന്റെ തന്നെ ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഈ ഭാഗത്തെ വാള് വന്നിട്ട് വീടിന്റെ എക്സ്റ്റീരിയറിൽ കൊടുത്ത സെയിം ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടാട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ടെക്സ്ചർ വാളിനോട് ചേർന്ന് ഒരു കുഞ്ഞു പോർഷൻ ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്പിന്റെ അവിടെ കണ്ട ആ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെയറിന്റെ ബാക്ക് സൈഡിലുള്ള ആ വിൻഡോ വന്നിട്ട് പൊതുവെ കാണുന്നതിലും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗിലെ വർക്ക് നോക്കുമ്പോൾ ലൈറ്റ്സ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഡിസൈൻ ഒന്നും വരുന്നില്ല. സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറാനായിട്ട് 2 ഡോർ വരുന്നുണ്ട്. മെയിൻ ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. സെക്കൻഡ് ഡോർ വന്നിട്ട് നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് കയറാനുള്ള ഡോറാണ്. മറ്റൊരു സിമ്പിൾ ഡിസൈനിലുള്ള സിംഗിൾ ഡോർ ആണ് കേട്ടോ അത്. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇടത് ഭാഗത്തായിട്ട് ഒരു ബ്രൗൺ കളറിൽ മനോഹരമായിട്ട് തന്നെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കാണാം. സോഫയുടെ ബാക്ക് വാൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ മെറ്റാലിക് അങ്ങനത്തെ ഒരു അട്രാക്റ്റീവ് ആയ ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വാളിലായിട്ട് തന്നെ ഒരു വെറൈറ്റി ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു സിമ്പിൾ ഏരിയ ആണ് കേട്ടോ അത്. ലിവിംഗ് ഏരിയയിലെ വിൻഡോ നോക്കുകയാണെങ്കിൽ റോമൻ ബ്രൈൻസ് കർട്ടൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗ് വർക്ക് വൈറ്റ് കളറിൽ ഡിസൈൻ കൊടുത്ത് ഇടക്കായിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്തെന്നാൽ സീലിംഗിൽ കൊടുത്ത 2 ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ.
ലിവിംഗ് ഏരിയയിൽ ഇടത് ഭാഗത്ത് നമ്മുടെ സോഫയൊക്കെ അറേഞ്ച് ചെയ്ത ഭാഗത്തായിട്ടാണ് കേട്ടോ ഗസ്റ്റ് റൂം വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ എലഗന്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് സോഫാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ സർക്കിൾ ഷേപ്പിൽ 2 ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോഫന്റെ സൈഡിലും ഫ്രണ്ടിലും ആയിട്ടുള്ള പോർഷൻസ് ഫുൾ ആയിട്ട് ഗ്രേ കളർ കർട്ടൻ ഇട്ടിക്കാണ് കേട്ടാ. അതങ്ങ് നീക്കിയാൽ അടിപൊളിയായിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഗ്ലാസ് വാൾ ഇല്ലേ, അത് ഈ റൂമിന്റെ വാളാണ്. നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വൈറ്റ് കളർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് ഈ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡോർ കൊടുത്തിട്ടുള്ളത്. തിരിച്ച് ലിവിംഗ് ഏരിയയിൽ തന്നെ വന്നാൽ ഡൈനിങ് ഹാളിന് പാർട്ടീഷൻ ചെയ്യുന്ന തരത്തിൽ 2 വശത്തായിട്ടും ഇങ്ങനൊരു ഡിസൈൻ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ലിവിംഗ് ഏരിയയിൽ ഈ ഭാഗത്തായിട്ട്, അതായത് വലതുവശത്തായിട്ട് ഒരു ബാത്റൂമും അതിനടുത്തായിട്ട് ഒരു റൂമും വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യമുള്ള ഒരു ബാത്റൂം. വാളൊക്കെ ഗ്രേ കളർ ടൈൽ ഇട്ടിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്. ഫ്ലോറിലും ഒരു ഡാർക്ക് ഗ്രേ ടൈലാണ് ഇട്ടിട്ടുള്ളത്. വലതുവശത്തായിട്ട് വാഷ് ബേസിനും വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ 4 ബെഡ്റൂമാണ്. അതിൽ ആദ്യത്തേതാണ് കേട്ടോ ഇത്. ഇത് നോക്കുകയാണെങ്കിൽ ഫാമിലി കോട്ട് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് കളറിൽ വരുന്ന ഹെഡ് ബോർഡിന്റെ 2 വശത്തായിട്ടും ഒരു കുഞ്ഞു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വശത്തായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. 2ലും റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ്സ് വരുന്നത്. വാൾഡ്രോബ്സിൽ മിറർ വരുന്ന ഭാഗത്ത് ജസ്റ്റ് വുഡ് കളർ ഡിസൈൻ ഉണ്ട്. അല്ലാതെ മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. ഇവിടുത്തെ സീലിംഗ് നോക്കിയാൽ LED ലൈറ്റ്സ് അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വർക്കും കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയോക്കാം. അവിടെ ഞാൻ പറഞ്ഞല്ലോ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഡിസൈൻ വരുന്നുണ്ട് എന്ന്. ഒരു വുഡൻ തീമിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് മോഡൽസും ഫ്രെയിംസും ഒക്കെ വെക്കാൻ തരത്തിലുള്ള സ്പേസും വരുന്നുണ്ട്. ഇനി ഹാളിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കണേട്ടാ. നല്ല സ്റ്റാൻഡേർഡിലുള്ള ഒരു ടേബിളും ചെയറും തന്നെയാണ് കേട്ടത്. ടേബിളിനോട് ചേർന്നിട്ടുള്ള വിൻഡോയിൽ വരുന്നത് റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഈ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. പിന്നെ ടേബിളിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റെയർ കേസും വാഷ് ബേസും ഒക്കെ വരുന്നത്. ഇവിടെ ഡൈനിങ്ങിന്റെ ഏരിയയിലെ സീലിംഗ് അതിമനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സീലിംഗിലെ മെയിൻ അട്രാക്ഷൻ 2 ഭാഗത്തായിട്ടും കൊടുത്തിട്ടുള്ള പ്രീമിയം ലുക്കിലുള്ള ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ്. ഡൈനിങ്ങിലെ സീലിംഗ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാളിൽ മൊത്തമായിട്ട് നമ്മുടെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാഷ് ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെയർ കേസിന്റെ ബാക്കിലായിട്ടാണ് കേട്ടോ വാഷ് ബേസ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ അത് ചെയ്തിട്ടുണ്ട്. നടുവിലായിട്ട് ഒരു സർക്കിൾ മിററും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ ഭാഗത്തെ വാളിൽ ഒരു സ്റ്റോൺ ടൈപ്പ് ടൈലും കൂടാതെ മിററിന് താഴെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ആണ് കേട്ടോ ഡിസൈനിങ്ങിന് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിന് നോക്കുകയാണെങ്കിലും ഒരു സ്റ്റോൺ ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. വാഷ് ബേസിന്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്.
കേട്ടോ രണ്ടാമത്തെ റൂം. ഇത് വന്നിട്ടും ഒരു സിമ്പിൾ ബെഡ്റൂം ആണ്. ഇവിടെ നോക്കുമ്പോൾ ഫാമിലി കോട്ട് കാണാം. അതിന്റെ ഹെഡ് ബോർഡ് ആ വാള് മുഴുവനായിട്ട് കൊടുത്തിട്ടാ ഒരു ബ്രൗൺ വൈറ്റ് കളർ തീമിലാണ് വരുന്നത്. ഹെഡ് ബോർഡിന്റെ രണ്ട് സൈഡിലും സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ വരുന്ന വാൾഡ്രോബാണ്. ഗ്ലാസ് വന്നിട്ട് സിംഗിൾ ഷെൽഫ് വരുന്ന ഒരു ഫുൾ മിറർ ആണ് ട്ടാ. ഈ റൂമിലും രണ്ട് വിൻഡോസ് ആണ് വരുന്നത് ട്ടാ. രണ്ടിലും റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗിന് നോക്കുകയാണെങ്കിലും ലൈറ്റ്സ് ഒഴികെ വേറെ എടുത്തു പറയത്തക്ക ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ റൂമിൽ ഒരു വർക്ക് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് വലത് ഭാഗത്ത്. ആ ഭാഗത്ത് വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബുക്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഷെൽഫ്സും കാണാം. ബാത്റൂം നോക്കുമ്പോൾ ഇവിടെയും ഒരു ഗ്രേ കളർ ടൈലനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ്, ഷവർ, വാഷ് ബേസിൻ എല്ലാം അടങ്ങുന്ന ഒരു സിമ്പിൾ ബാത്റൂം. ഇനി നമ്മൾ ഹാളിലേക്ക് തന്നെ വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഒക്കെ മുന്നേ ഈ ഏരിയയിലായിട്ടാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ വന്നിട്ട് വൈറ്റ് കളർ വാൾ പെയിന്റ് ആണ്. ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ അവിടെ വൈറ്റ് ആൻഡ് വുഡ് കളറിലാണ് വരുന്നത്. അവിടെ ആയിട്ട് ഷെൽഫും വരുന്നുണ്ട്. ഇവിടെ ഒരു വശത്തായിട്ട് നീളത്തിലാണ് വിൻഡോ വരുന്നത്. അതിൽ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി മറുവശത്തായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വുഡ് ആൻഡ് വൈറ്റ് കളറിൽ വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. മറ്റേ റൂമിലൊക്കെ കണ്ട പോലെ തന്നെ ഫുൾ മിറർ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മൂന്ന് റൂമിലും വാൾഡ്രോബ്സ് ഡിസൈൻ സെയിം ആണെങ്കിലും കളർ ഡിഫറൻസ് കാണാട്ടോ. സീലിംഗിലും ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മൂന്ന് റൂമിലും പ്രത്യേകിച്ച് ഇന്റീരിയർ വർക്ക്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ റൂമിലെ ബാത്റൂം വന്നിട്ട് മറ്റേ ബാത്റൂം ഒക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടാ. ഷവർ ഏരിയയും ക്ലോസറ്റും കൂടെ ജസ്റ്റ് ഫ്ലോറിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറിൽ ടൈല് വരുന്നുണ്ട്. കൂടാതെ ഒരു വശത്തായിട്ട് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ അതേ വശത്തായിട്ടാണ് കേട്ടോ കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് ക്രോക്കറി യൂണിറ്റ് ആണ്. അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് വരുന്ന വുഡ് ആൻഡ് ഗ്ലാസ് തീമിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ നിന്ന് എൽ ഷേപ്പിലായിട്ട് ഈ ഭാഗം വരെ സ്റ്റോറേജ് ഷെൽഫ്സ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജും ഓവൻ ഏരിയയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ കളർ തീമാണ് കേട്ടോ മെയിൻ ആയിട്ട് ഈ കിച്ചണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്രോക്കറി യൂണിറ്റിന്റെ വലതുവശത്തായിട്ട് തന്നെ നീളത്തിലൊരു വിൻഡോ വരുന്നുണ്ട്. കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ എന്തായാലും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ വിൻഡോന്റെ ഭാഗത്തു നിന്നായിട്ട് എൽ ഷേപ്പിൽ സ്ലാബ് വാർത്തിട്ട് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മുഴുവനും സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നതിന്റെ താഴ്ഭാഗത്തായിട്ട് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള യൂണിറ്റ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഗ്രേ കളർ കോമ്പിനേഷനിൽ ഷെൽഫും വാളിലെ വൈറ്റ് ടൈലും പെയിന്റ് ഒക്കെ ഭയങ്കര മാച്ചിങ് ആണേ. ഇനി ഇതേ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് വരുന്നത്. മുകളിലായിട്ട് ചിമ്മിണിയും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പിൽ നല്ല സൗകര്യമുള്ള ഒരു സിങ്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് താഴെയൊക്കെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സിങ്കിന് തൊട്ടടുത്തായിട്ട് ഒരു പാത്ര സ്റ്റാൻഡ് വരുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു കുഞ്ഞു പോർഷനിൽ വാഷിംഗ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് തന്നെ നീളത്തിൽ വിൻഡോ
വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ രണ്ട് വശത്തായിട്ടും നല്ല സ്റ്റോറേജ് കീപ്പിങ്ങിന് പറ്റിയ രണ്ട് ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിലേറെ സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. ഈ കിച്ചണിലായിട്ട് തന്നെ നല്ല സൗകര്യമുള്ള ഒരു സ്റ്റോർ റൂമും ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആട്ടോ. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ കേസ് വന്നിട്ട് വുഡൻ ടൈപ്പിലുള്ള ഒരു ടൈലാണ് കേട്ടോ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് റെയിലിംഗും നൽകിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ സ്റ്റെയർ ഏരിയയിലായിട്ട് ഉള്ളിലേക്ക് വെളിച്ചൊക്കെ കിട്ടത്തക്ക വിധത്തിൽ നീളത്തിൽ വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തത് കാണാം. മുകളിൽ ഇവിടെ ഒരു റൂമാണ് കേട്ടോ വരുന്നത്. ആ റൂമിന് ഒരു പ്രത്യേകതയുണ്ട്, കാണിച്ചുതരാ ബാ. റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് വലതുവശത്തായിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കപ്പിൾ റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിന്റെ വാളിലായിട്ട് ഗ്രേ കളറിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ആ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡിന്റെ ഈ ഓഫ് വൈറ്റ് ആൻഡ് വുഡ് കളറും ഈ ഗ്രേ കളറും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വാൾഡ്രോബ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് കളറിൽ നല്ല ഭംഗി തന്നെ ഡിസൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമിനോട് മാച്ച് ആവുന്ന തരത്തിലാണ് വാൾഡ്രോബ്സും വരുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്ട്രിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കൂടാതെ LED ലൈറ്റ്സും കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിലും താഴെ കണ്ട സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് കാണണ്ടേ. ഇവിടെ രണ്ട് വശത്തായിട്ടും കേർട്ടൻസ് ഇട്ടിട്ടാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിൽ ഫുൾ ആയിട്ട് കേർട്ടൻസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു വശത്ത് ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഈ റൂമിന്റെ പ്രത്യേകത മെയിൻ വാൾ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഗ്ലാസ് ആണ് കേട്ടോ. അവിടുന്ന് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ രണ്ട് വശത്തായിട്ടും നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു ഊഞ്ഞാലും ചെയറൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈവനിങ് ടൈമിലും രാത്രിയൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനും സംസാരിക്കാനും നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ച് ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ലൊരു വൈബിൾ ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ റൂഫിൽ കൊടുത്തിട്ടുള്ളത് പോളി കാർബണേറ്റ് ഷീറ്റ് ആണ് കേട്ടോ. കൂടാതെ ഹാങ്ങിങ്ങിനായിട്ട് നമ്മുടെ റാന്തലിന്റെ ഡിസൈനിലുള്ള 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിംഗ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇല്ലേ, അതിന്റെ പേരറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളിയും. അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രക്കൊള്ളൂട്ടാ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്ന് ഞാൻ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇഷ്ടമായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.